നമസ്കാരം. ഓരോ രാജ്യങ്ങൾ എന്ത് വേഗതയിലാണ് ഓരോ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ തീരുമാനമെടുക്കുന്നത്. ശൈലജ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കഥാപാത്രം MSC വാഷിങ്ടൺ നേരെ പോയത് ലാസ് പമാസ് ആണെങ്കിലും നേരെ ഡർബൻ പോർട്ട് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഡർബൻ അറിയാമല്ലോ, മഹാത്മാഗാന്ധിയുടെ പോർട്ടാണ് ഡർബൻ, സൗത്ത് ആഫ്രിക്കയിൽ. അവിടുത്തെ ഒരു കഥ പറയാനാണ് ഞാൻ ഡർബനെ ഉദാഹരണം എടുക്കുകയും വാഷിങ്ടൺ ഉദാഹരണം എടുക്കുകയൊക്കെ ചെയ്തത്. ഓരോ അവസരം ലോകക്രമത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് അത് ആ രാജ്യത്തിനും ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിൽ നമ്മളൊഴിച്ച് ഇവിടെ അങ്ങനെ ഒരു വേഗത നമ്മൾ ജീവിതകാലത്ത് കണ്ടിട്ടില്ല. ദ ടെൻഡർ കംസ് എമിഡ് ഹെവിയർ ഷിപ്പ് ട്രാഫിക് അറൌണ്ട് സൗത്ത് ആഫ്രിക്ക ഡ്യൂറിംഗ് ദി പ്രൊലോങ്ഡ് ഡിസ്റപ്ഷൻ ടു റെഡ് സീ റൂട്ട്സ്. കഴിഞ്ഞ കുറച്ച് ദിവസമായല്ലോ, ഫെബ്രുവരി 28 യുദ്ധം. അതിനു മുമ്പ് യമനിലെ ഹൂതികളുടെ ആക്രമണം. അങ്ങനെ 2-3 വർഷമായിട്ടുണ്ടാവും, 2 വർഷമെങ്കിലും ആവും റെഡ് സീയിലൂടെയുള്ള സുഗമമായ യാത്ര നിലച്ചിട്ട്. ഇടയ്ക്ക് വരും, പിന്നെ ഡിസ്റപ്ഷൻ ആവും. ഇപ്പോൾ വീണ്ടും സ്റ്റാൻഡ് സ്റ്റില്ലാണ്, കാര്യമായ കപ്പലുകളൊന്നും പോകുന്നില്ല. സുയസ് കനാൽ കടന്നു പോകുന്ന കപ്പലുകളുടെ കണക്കൊക്കെ ഉണ്ട്, അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ നമ്മൾ ഈ മാപ്പ് നോക്കി അറിയാം, നമ്മൾ കപ്പലുകൾ ട്രാക്ക് ചെയ്യുന്ന മാപ്പ് നോക്കുമ്പോൾ അറിയാം, ഒരു ഹെവി ട്രാഫിക് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് പോകുന്നത്. നമ്മുടെ മുമ്പിലൂടെ ട്രാഫിക് വളരെ കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കപ്പിണ്ടങ്ങളായി തീരുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. സൗത്ത് ആഫ്രിക്ക ചുറ്റി കപ്പലുകൾ പോകുന്നത് അറിയുന്ന എത്ര വർഷമായി? ദ ടെൻഡർ കംസ് എമിഡ് ഹെവിയർ ഷിപ്പ് ട്രാഫിക് അറൌണ്ട് സദേൺ ആഫ്രിക്ക ഡ്യൂറിംഗ് ദ പ്രൊലോങ്ഡ് ഡിസ്റപ്ഷൻ ടു റെഡ് സീ റൂട്ട്സ്. അവിടെ അങ്ങോട്ടിനി കപ്പലുകൾ പോകുന്നില്ല, എല്ലാം നമ്മുടെ മുമ്പിലൂടെയാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ അവർ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ട്രാൻസ്നെറ്റ് നാഷണൽ പോർട്സ് അതോറിറ്റി ഹാസ് ലോഞ്ച്ഡ് a tender for a private operator to develop and run a new floating dry dock at the port of Cape Town under a 25-year concession. കേപ്പ് ടൗണിൽ നമ്മുടെ കപ്പലുകൾ പോയിട്ടുണ്ട്. ഇവിടുന്ന് 25 വർഷത്തെ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ PPP കരാർ, ഒരു ഡ്രൈ ഡോക്ക്, ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക്. കപ്പൽ നിർമ്മാണവും കപ്പൽ അറ്റകുറ്റപ്പണിയും എല്ലാം കൂടി. കാരണം എന്താണ്, അവരുടെ മുമ്പിൽ കൂടെയാണ് ഈ കപ്പലുകൾ മുഴുവൻ പോകുന്നത്. അപ്പോൾ ഒരു കട തുറന്നു വെച്ചാൽ നല്ല കച്ചവടം നടക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവരൊരു പൈസയും മുടക്കാതെ പ്രൈവറ്റ് ഇൻവെസ്റ്ററിനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ നടത്തുകയാണ്. ദ പ്രൊജക്ട് ഈസ് പാർട്ട് ഓഫ് TNPAS, ട്രാൻസ്നെറ്റ് നാഷണൽ പോർട്സ് അതോറിറ്റി, അവിടുത്തെ അതോറിറ്റിയാണ്. ദ പ്രൊജക്ട് ഈസ് പാർട്ട് ഓഫ് TNPA's വൈഡർ എഫേർട്ട് ടു ബ്രിങ് പ്രൈവറ്റ് ക്യാപിറ്റൽ ഇൻ ടു സൗത്ത് ആഫ്രിക്കാസ് ഷിപ്പ് റിപ്പയർ ആൻഡ് മറൈൻ മാനുഫാക്ചറിങ് സെക്ടർ. സ്വകാര്യ മൂലധനം കൊണ്ടുവരികയാണ്. അവിടെ ഇത് കാണിച്ചു കൊടുത്താൽ മതി. ഈ ട്രാഫിക്, അവരുടെ മുമ്പേ കൂടി പോകുന്ന ട്രാഫിക് കാണിച്ചു കൊടുക്കുമ്പോൾ ലോക ക്യാപിറ്റൽ അവർ വയ്ക്കുന്ന പ്രൊജക്റ്റിനും ഏറ്റെടുക്കാൻ മത്സരിച്ചു വരും. ഇതാണ് ബുദ്ധി, ഇതാണ് രാജ്യസ്നേഹം. നമുക്കില്ലാത്ത ചില ഗുണങ്ങൾ സൗത്ത് ആഫ്രിക്കക്കാർ കാണിച്ചു തരുന്നുണ്ട്. TNPA ഹാസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് എ ഫിക്സഡ് സൈസ് ഫോർ ദ ന്യൂ ഡോക്ക്. അങ്ങനെ കൃത്യമായി എത്ര അളവിലുള്ള കപ്പൽ, ഏത് ഡ്രാഫ്റ്റുള്ള കപ്പൽ, അതൊന്നും അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്നില്ല. ഒരു ഓപ്പൺ ടെൻഡറാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഓപ്പൺ ചീട്ട് കൊടുത്തിട്ടുണ്ട്. ടെൻഡർ ഡോക്യുമെന്റ്സ് ലീവ് ബിഡേഴ്സ് ടു പ്രപ്പോസ്. പങ്കെടുക്കുന്ന ആളുകൾ തന്നെ, താല്പര്യമുള്ള ആളുകൾ തന്നെ എന്തൊക്കെ ചെയ്യണം? ദ വെസൽ ക്ലാസസ്, ഏത് തരം കപ്പലുകൾ, ഡൈമെൻഷൻസ് ആൻഡ് ലിഫ്റ്റിംഗ് കപ്പാസിറ്റി, ഇതിനെ ഉയർത്താനുള്ള ലിഫ്റ്റിംഗ് കപ്പാസിറ്റി, ദേ ഇൻറ്റൻറ്റ് ടു സെർവ്, അവരെത്രയാണോ ഉദ്ദേശിക്കുന്നത്, വൈൽ റിക്വയറിംഗ് മോഡേൺ ഡോക്കിംഗ് ആൻഡ് ബല്ലാസ്റ്റ് സിസ്റ്റംസ് ആൻഡ് സ്കോപ്പ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഭാവിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് വികസനത്തിന് സാധ്യത തരുന്ന തരത്തിൽ എന്തൊക്കെ ടെക്നോളജി, എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ വേണമെന്ന് ബിഡേഴ്സിന് തീരുമാനിച്ചുകൊണ്ട് അവർക്ക് ഈ ബിഡിൽ പങ്കെടുക്കാം. അപ്പോൾ പൈസ ആവശ്യമില്ല. നമ്മളിതിനെക്കുറിച്ച് പഠനം നടത്തി ഗവേഷണം നടത്തി സമയം കളയേണ്ട കാര്യമില്ല. ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് ഇതെല്ലാം കാണാപ്പാടമാണ്. കപ്പൽ മെയിൻ്റനൻസ് രംഗത്ത് നിൽക്കുന്നവർക്കും നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർക്കും ഈ ട്രാഫിക്
മുന്നിൽ കണ്ടുകൊണ്ട് ഏത് വലിപ്പമുള്ള ഷിപ്പ് യാർഡും ഷിപ്പ് റിപ്പയർ യാർഡും വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം, പണം മുടക്കാം, നിർമ്മിക്കാം, ഈ മാർക്കറ്റ് ഉപയോഗപ്പെടുത്താം. എത്ര ഇന്നൊവേറ്റീവായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ മുമ്പിൽ കുറേ കാലം മുമ്പ്, എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ മുമ്പിലൂടെ ഈ കപ്പലുകളൊക്കെ പോയിട്ടുണ്ട്. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പാഴാക്കി ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയെങ്കിലുമൊക്കെ ചിലത് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും ഇതുപോലെ നിരവധി സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനനുസരിച്ച് ഭരണകൂടങ്ങൾ പ്രവർത്തിക്കണം. ജനങ്ങൾ അതിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി അടുത്തു പറയാം. നമ്മളിവിടെ ഉറങ്ങിയിരിക്കുമ്പോൾ തൊട്ടടുത്തത് തമിഴ്നാട് തൂത്തുക്കുടി കപ്പൽശാലയും കപ്പൽ നിർമ്മാണ കേന്ദ്രവും അറ്റകുറ്റപ്പണി കേന്ദ്രവും എല്ലാമായിട്ട് വളരെ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. വളരെ രസകരമായ ഒരു കാര്യം, അവിടെയുള്ള സാധാരണ മത്സ്യത്തൊഴിലാളികൾ, നമ്മളെന്താണ് വിചാരിക്കുന്നത്, മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ പ്രോജക്റ്റിനെതിരാണ്. നമ്മുടെ നാട്ടിൽ അവരെതിരല്ല. അവരെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തതാണ് ഇവിടെ നടന്ന സമരവും എതിർപ്പുമൊക്കെ. അല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്കോ സാധാരണക്കാർക്കോ രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും അവരുടെ മക്കൾ രക്ഷപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാധാരണ മത്സ്യത്തൊഴിലാളികൾ. ഇവിടെ തൂത്തുക്കുടിയുടെ മുല്ലക്കാട് ഫിഷർമാൻ കോളനി, അവിടെയുള്ള ആളുകൾ ഈ കപ്പൽ നിർമ്മാണശാല വേണം, അതിനെല്ലാ പിന്തുണയും ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തൂത്തുക്കുടി RDOയെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കുന്നു. നിവേദനം സാധാരണ എന്തിനാണ് കൊടുക്കുന്നത്? പ്രോജക്റ്റ് വേണ്ട, പരിസ്ഥിതി, മറ്റത് മറിച്ചത്, മത്സ്യബന്ധനം, ആമ, ഡിഡ്ലി ആമ, എന്തൊക്കെയുണ്ടല്ലോ, ഡഡ്ലി ആമ തുടങ്ങിയ പേരുകൾ പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ പ്രോജക്റ്റുകൾ എതിർക്കുന്നതെങ്കിൽ തൂത്തുക്കുടിയിലെ മത്സ്യത്തൊഴിലാളികൾ pledging their support for the proposed greenfield shipbuilding yard coming up in their area. അവരുടെ വീടിന്റെ മുറ്റത്ത് വരുന്ന കപ്പൽശാലയ്ക്ക് വേണ്ടി അവർ തന്നെ, സാധാരണ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നമ്മുടെ തൊട്ടടുത്ത് കാണുന്നു. നമ്മുടെ ഇവിടെയും മത്സ്യത്തൊഴിലാളികൾ ആ രീതിയിൽ ഞങ്ങൾ കുറേ പേരെ സംഘടിപ്പിച്ചിട്ടാണ് പ്രൊജക്റ്റിന് അനുകൂലമാക്കി മാറ്റിയത്. പക്ഷെ അവരെ പോലും ഹൈജാക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പിൽക്കാലത്ത് ഇവിടെ നടന്നത്. എന്തായാലും ആ വിദ്യ തൂത്തുക്കുടിയിൽ ഇനി നടക്കില്ല എന്നിതിലൂടെ ബോധ്യമാവുകയാണ്. ഇത് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ പോലും ആവശ്യപ്പെടുന്ന കപ്പൽശാലയും കപ്പൽ മെയിൻ്റനൻസ് കേന്ദ്രവും നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ഇതുവരെയും ആരും ഗൗരവമായി ചിന്തിക്കുന്നില്ല. 100 ദിവസത്തെ പരിപാടിയിൽ വന്നില്ലെങ്കിൽ 200 ദിവസത്തെ പരിപാടിയിലെങ്കിലും അത് വരണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. ഇന്നലെ പറഞ്ഞ ഇറക്കുമതി എന്നാണ് ഇവിടെയുള്ള ആളുകളുടെ വിചാരം. ഇറക്കുമതി, വേറൊന്നും വേണ്ട. നാണക്കേടെന്നാണ് ഒരു ഗ്രൂപ്പിൽ, ഒരു ഷിപ്പിംഗ് പ്രൊഫഷണൽസ് ഗ്രൂപ്പിൽ വന്നത്. ചൈന ട്രേഡ് ഷോക്കിംഗ്, നമുക്ക് ഞെട്ടലുളവാക്കുന്നതാണ് ചൈനയുടെ ട്രേഡ്. ഇന്ത്യസ് ഇമ്പോർട്ട് ഫ്രം ചൈന ഓൾമോസ്റ്റ് ഡബിൾഡ് ഇൻ ദ ലാസ്റ്റ് 5 years ആൻഡ് എക്സ്പോർട്സ് reduced by 35%. ഓൾമോസ്റ്റ് ഡബിളായി. ചൈനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതി നേരെ ഇരട്ടിച്ചപ്പോൾ നമ്മുടെ കയറ്റുമതി 35% കണ്ട് റെഡ്യൂസ്ഡ് ബൈ 35%. എത്രയാണ് ഇറക്കുമതി കയറ്റുമതി എന്നറിയാമോ? 14.25 ബില്യൺ ആണ് നമ്മുടെ കയറ്റുമതി. 14.25 ബില്യൺ ചൈനയിലോട്ടുള്ള നമ്മുടെ കയറ്റുമതി. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതി 113.46 ബില്യൺ. എല്ലാം ഡോളറിലാണ്. എത്ര ഇരട്ടിയാണ്. എനിക്ക് ഒരു സജഷൻ പ്രേക്ഷകരോടുള്ളത്, ഈ കയറ്റുമതി ഇറക്കുമതി എന്നുള്ള വാക്കിന് പകരം അപമാനം, അഭിമാനം എന്ന വാക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറക്കുമതി എന്ന് പറഞ്ഞാൽ അപമാനമാണ്, കയറ്റുമതി എന്ന് പറഞ്ഞാൽ അഭിമാനം. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ഹ്യൂമിലിയേറ്റിംഗ്, ഓണർ, പറ്റിയ വാക്ക് പ്രേക്ഷകർ തന്നെ ഒന്ന് സജസ്റ്റ് ചെയ്യുക.